നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ ഇഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുന്നു. ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് CPIM-നും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാണ്. ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമ സാധ്യതയും പരിശോധിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് തീരുമാനം എടുക്കാനാണ് ആലോചന. ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ. അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും. വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതിയുണ്ടെന്ന് CPM-ഉം തിരിച്ചറിയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL-ഉം അടക്കമുള്ള 12 സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇഡിയും അന്വേഷണം ആരംഭിച്ചത്. ഇഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത്, കരവന്നൂർ കേസുകളിൽ CPM-ഉം BJP-യുമായി ഒത്തുതീർപ്പുണ്ടായെന്നും അവർ ആരോപിക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തെ ഇഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നില്ല. എന്നാൽ ഇഡിയെ പേടിച്ച ചില മണ്ഡലങ്ങളിൽ CPM BJP സഹായിച്ചേക്കും എന്ന പ്രചാരണം ഉയർത്തും. ഈ പ്രചാരണം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഇതിനു പിന്നിലും BJP-യും കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കലാണെന്ന വിലയിരുത്തലും CPM-നുണ്ട്. ഈ കളിയാക്കൽ കാരണം ഇഡിയുടെ നടപടികൾ വേഗത്തിലാക്കുവാനാണ് സാധ്യത. CPM-ഉമായി അന്തർധാരയില്ല എന്ന് വരുത്തുവാൻ BJP ഈ കേസിൽ ശക്തമായ ഇടപെടലിനും ഇഡിയെ പ്രേരിപ്പിക്കും എന്നാണ് CPM വിലയിരുത്തൽ. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ കേസ് IDC-യും എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ച് പരാജയപ്പെട്ടതാണ്. കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചില്ല. ആ നിലയ്ക്ക് ഇഡിയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി എതിർക്കുവാനാകും CPM ശ്രമം. തിരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തിക്കാണിക്കും. ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മുൻപാകെ CMRL കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം 135 കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന് തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിൽ 1,72,00,000 രൂപ ലഭിച്ചത് എക്സാലോജിക് കമ്പനിക്കാണ്. ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം. അതുകൊണ്ട് തന്നെ മാസപ്പടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കുമെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും മാസപ്പടി പുസ്തകത്തിൽ പേരുള്ള ഒരാളാണ്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ നിഴലില്ല തന്നെ. എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവില്ല എന്നതാണ് ശ്രദ്ധേയം. മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെ കാണാം. മാസപ്പടി ഡയറിയിൽ PV എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കെഴുത്താണെന്ന ആരോപണവും ശക്തമായി തുടരുകയാണ്.